ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പ്രവചന മത്സരത്തിൻ്റെ വിജയിയെ കാണിക്കാൻ വേണ്ടി പോവാണ്. കാണിക്കാനല്ല, സമ്മാനം നമ്മൾ നേരിട്ടങ്ങ് കൊടുക്കാൻ പോവാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മൾ ICC വേൾഡ് കപ്പിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് പ്രവചിക്കുന്ന ആൾക്ക്, അതായത് സഞ്ജു സാംസന്റെ റണ്ണ് പ്രവചിക്കുന്ന ആൾക്ക് എത്രയാണോ റണ്ണടിക്കുന്നത് അതിൻ്റെ 10 ഇരട്ടി പൈസയായിട്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. രണ്ടാമത് നമ്മൾ ഒരെണ്ണോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിന്നർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ചെയ്യാത്തത് കൊണ്ട് ചെയ്ത ആൾക്കുള്ള സമ്മാനം നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആളെ നമുക്കൊന്ന് വീഡിയോ കോൾ വിളിക്കാം. വീഡിയോ കോൾ വിളിച്ചിട്ട് നിങ്ങളെ കാണിക്കാം ആൾ ആരാന്നുള്ളത് കേട്ടോ. ആളെ നമ്മൾ വീഡിയോ കോൾ വിളിക്കാമെന്ന് പറഞ്ഞത് നമ്മൾ സമ്മാനം കൊടുത്തോ ഇല്ലേ എന്നൊക്കെ പലർക്കും സംശയങ്ങൾ വരും. അതുകൊണ്ടാണ് വീഡിയോ കോളിൽ ആളെ കാണിച്ചുകൊണ്ട് തന്നെ സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആരാ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഒരു സോന എന്നൊരു പേര് മാത്രമേ നമുക്ക് അറിയുള്ളൂ. സോന അല്ലേ? സോന. അപ്പം നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പിള്ളേർ കിടന്ന് അകത്തെടുത്ത് വഴക്കുണ്ടാക്കുന്നതിൻ്റെയാണ് കരച്ചിൽ ബഹളമൊക്കെ കേൾക്കുന്നത്. അത് കാര്യമാക്കണ്ട, മമ്മിയുണ്ട് അടുത്ത്. ഇപ്പം നമുക്ക് ആളെ ഒന്ന് വിളിക്കാം. കാരണം സമയം ഒരുപാട് പോയി. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഞങ്ങൾ വിളിച്ചേനെ. സമയം പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് പെട്ടെന്ന് ആക്കി കേട്ടോ. അതെ, അപ്പോൾ നമ്മൾ സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കും. അത് വാക്ക് പാലിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ സമ്മാനത്തിന് അർഹയായ സോനയെ വിളിക്കാം നമുക്ക്. ഹായ്, നമസ്കാരം. ഇതാ സോനയാണോ? ഇത് എവിടെയാ, സ്ഥലം എവിടെയാ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ചാനൽ കാണുന്ന ആളായിരുന്നോ? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അതെ അല്ലേ? ഓ ശരി ശരി. അപ്പൊ എന്തായാലും പ്രവചിച്ച് കൃത്യമായിട്ടുണ്ട് കേട്ടോ. ആണോ? കൊള്ളാം. അയ്യോ, അമ്മ ക്രിക്കറ്റ് കളി കാണുമോ? അതെയോ? എന്തായാലും കൃത്യമായിരുന്നു. ആണോ? ഓ ശരി 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 ശരി. ആഹാ. ഓ, ഞങ്ങൾ അന്നേരം തന്നെ കളി കണ്ടോണ്ടിരുന്ന ആ സമയത്ത് തന്നെ പോസ്റ്റ് ഇട്ടായിരുന്നു. കാരണം വേറെ ആരെങ്കിലും വന്ന്, ഓ ശരി ശരി, വേറെ ആരും വന്ന ആ സമയത്ത് പിന്നെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ അന്നേരം തന്നെ ഞാൻ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ അത് സമ്മാനം നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കൺഗ്രാജുലേഷൻ. എല്ലാ വീഡിയോയും കാണുന്നുണ്ടല്ലേ? ഓ അതെ അതെ അതെ. അവിടുത്തെ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. അവിടെ വന്നോ നോക്കി? ആണോ? ആ ഓക്കെ ഓക്കെ, ഇട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം അകത്തുണ്ട്. അത് ഒന്ന് വഴക്കുണ്ടാക്കി ഇപ്പൊ കിടന്നു. അപ്പോൾ വഴക്കുണ്ടാക്കിയോണ്ട് മമ്മി എടുത്തോണ്ട് പോയത് അകത്തുണ്ട്. പെട്ടെന്ന് പോയോണ്ട് ഞങ്ങൾ പുറത്തിരുന്നൊന്ന് വീഡിയോ എടുത്താ. പെട്ടെന്ന് സമയം പോയില്ല. 5:30 ഞാൻ വിളിക്കാന്ന് പറയുകയും ചെയ്തു. വിളിക്കാൻ പറ്റിയില്ല. നിങ്ങൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നോണ്ടാണ് താമസിച്ചത്. വീട്ടിലാരൊക്കെ ഉണ്ട്? ആ ഓ ശരി ശരി ശരി. ആ എന്താ ചെയ്യുന്നേ? അമ്മയല്ലേ? ഹായ്. അതെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കൺഗ്രാജുലേഷൻ. ഓക്കെ, ഇനി കാണണം, വീഡിയോ ഒക്കെ കാണണം, കമന്റ് ഒക്കെ ഇടണം ഇടയ്ക്ക്. എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഓ താങ്ക് യു താങ്ക് യു. അതെ അല്ലേ? ഓ ശരി ശരി. അപ്പൊ ഓക്കെ ഓക്കെ, എന്നാ ഓക്കെ, കൺഗ്രാജുലേഷൻ. ഓക്കെ ബൈ. അപ്പോ നമ്മള് നമ്മുടെ വിജയിക്കുള്ള സമ്മാനം കൊടുത്തിരിക്കും. രണ്ടാമത്തെ വിജയി നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു സഞ്ജു സാംസൺ എത്ര റണ്ണാണ് അടിക്കുന്നതെങ്കിലും അതിന്റെ 10 ഇരട്ടി നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇന്ത്യ എത്ര റണ്ണാണോ അടിക്കുന്നത് അതിൻ്റെ പ്ലസ് 1000 റുപ്പീസും കൂടെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും രണ്ടാമത്തെ ആൾ കോൺടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സമ്മാനങ്ങളും ചലഞ്ചുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി മുന്നോട്ട് ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടാവും. അപ്പം അത് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ അതെ അതെ. അപ്പോൾ ഇങ്ങനെയുള്ള ചലഞ്ചുകൾ ഇനി ഉണ്ടാവും. ആരും നിരാശപ്പെടേണ്ടി വരത്തില്ല. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതുകൊണ്ട് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക്, ഞങ്ങളുടെ വീഡിയോകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ.
അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ കട്ട് ചെയ്താലോ. കാരണം പിള്ളേർ കിടന്ന് അകത്ത് വഴക്കുണ്ടാക്കണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ ഇച്ചിരി കൂടുതൽ സമയം സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നേനെ കുറച്ച് കാര്യങ്ങൾ. അതായത് ഇന്നലത്തെ കളി ഞങ്ങൾ ലൈവായിട്ട് കാണുന്നത് ലൈവായിട്ട്, കാരണം ഭയങ്കര അലമ്പായിരുന്നു ഇവിടെ. അലമ്പ മീൻസ് അങ്ങനെയല്ല, ആഘാത പ്രകടനങ്ങൾ. അതെ അതെ, ഞങ്ങൾ ആ സമയത്ത് ലൈവ് ഇടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി എന്തായാലും താങ്ക്സ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പേയ്മെന്റ് വന്നല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ആ ചേച്ചി വന്നെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് സർപ്രൈസുകളും സമ്മാനങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും. കാരണം നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളൊരു ചെറിയ സമ്മാനം നിങ്ങൾക്ക് തരുമ്പോൾ വലിയ സന്തോഷം. വലിയൊരു അടിപൊളി സർപ്രൈസുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അതിലേക്കുള്ള പണിപ്പുരയിലാണ്. കൈനിറയ സമ്മാനങ്ങളോട് ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നുണ്ട്. അതായത് ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക്, കാരണം നമ്മൾ ആ സ്പോട്ടിൽ ഇടുമ്പോൾ വീഡിയോ ഇടുമ്പോൾ അന്നേരത്ത് നിങ്ങൾക്ക് കയറി വരണമെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചാലേ അന്നേരം വീഡിയോ വരത്തുള്ളൂ. അപ്പം അടിപൊളി ഒരു വമ്പൻ ഓഫറുകളുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്ത് നിങ്ങൾ വെച്ചോളുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അടുത്ത ആളെ കാണുമ്പോൾ അടുത്ത ആളെ മെസ്സേജ് ഇടുമ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അതെ, രണ്ടാമത്തെ ആള് നമ്മൾ മറന്നതല്ല. രണ്ടാമത്തെ ഒരു സുജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് നമുക്ക് കമന്റ് കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത്. 2 പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരാളെ നമ്മൾ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളെ നമ്മൾ നക്കിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുജിത്താണ്. പുള്ളിക്കാരൻ 5 മണിക്കൂർ മുമ്പ് മെസ്സേജ് ഇട്ട ആളാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളി തീരുമ്പോൾ 1 മണിക്കൂർ മുമ്പാണ് മെസ്സേജ് വന്നേക്കുന്നത്. അപ്പോൾ സുജിത്തിനാണ് അർഹത കൂടുതൽ. സുജിത്തിന് നമ്മൾ കൊടുത്തു. അപ്പോൾ സുജിത്ത് ഇതുവരെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. നമ്മൾ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഇടുന്ന സംഭവങ്ങൾ അപ്പോൾ നമ്മൾ നമ്മുടെ പോസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അപ്പം തന്നെ അറിയാൻ പറ്റും ആരാണ് വിജയം നമ്മൾ. കാരണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിന്നീടൊക്കെ ഒരുപാട് പേര് ഇന്ന് ലൈവ് കണ്ടതിന് ശേഷമൊക്കെ കമൻറ്റ് ഇടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അന്നേരം തന്നെ ആ കളി തീർന്ന കണ്ട് സഞ്ജു ഔട്ടായ ആ സ്പോട്ടിൽ ഞാനത് ചെക്ക് ചെയ്തിട്ട് അന്നേരം തന്നെ അത് പോസ്റ്റ് ചെയ്തു. മറ്റേത് കളി തീർന്നപ്പോൾ തന്നെ സംഭവം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. കളി എന്തായാലും നമ്മളും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ഫുള്ള് കളി കണ്ടു. ട്രോഫിയൊക്കെ എന്തൊക്കെ കിട്ടുന്നതെല്ലാം കണ്ടതിന് ശേഷമാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. ഇവർ ട്രോഫി കൊടുക്കുന്നതെന്ന് കാണാൻ നിന്നില്ല. ഇവരെ അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രോഫിയെല്ലാം കൂടെ 1 മണിയൊക്കെ ആയി പിന്നെ ഇന്നലെ കിടന്നുറങ്ങി. കാരണം നമുക്ക് അതുപോലെ സന്തോഷമുള്ള ദിവസമാണ് നമ്മുടെ സഞ്ജു. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന് ഭയങ്കര അഭിമാനമായിട്ടുള്ള നമ്മുടെ സഞ്ജു സാംസൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു കളിക്കാരനാണ് സഞ്ജു. കാരണം ഒരു അഹങ്കാരവും ഒന്നുമില്ലാത്ത നല്ലൊരു എനിക്കിഷ്ടപ്പെട്ടൊരു വ്യക്തിത്വം. അതെ, അതാണ് വ്യക്തിത്വം എന്ന് ഞാൻ മലയാളം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ള കളിക്കാരനുമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ള എന്തായാലും ആ ഒരു ലോകകപ്പ് കിരീടം നമുക്ക് സ്വന്തമായി ഒരുപാട് സന്തോഷം. കാരണം കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കളി കണ്ടിട്ട് അവസാനം കളി തോറ്റു പോകുന്ന അവസ്ഥയൊക്കെ വന്നാൽ നമുക്ക് ഭയങ്കര വിഷമമാകും. ജയിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നമ്മൾ അതിനെ കണ്ടിന്യൂസ് വാച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത നല്ല അടിപൊളി കിടിലൻ ഓഫറുകൾ കിട്ടിയില്ലം വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ. ആർക്കും നിരാശപ്പെടേണ്ട അവസ്ഥ വരത്തില്ല. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം കൂടെ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാം ബൈ.